ഗായ്സ് ഞങ്ങൾ എന്തോ കണ്ട പോലെ അങ്ങ് തോന്നി. ഇത് ഒരിക്കലും ഞങ്ങൾ തമാശയ്ക്ക് കളിക്കില്ല. കാരണം എനിക്ക് എന്തൊക്കെയോ ആണെന്നുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ വീട്. അങ്ങോട്ട് അവരെ കയറ്റി വിടൂല. ഉണ്ടോ, ഈ വീടാണ്. ഇതിൻ്റെ അപ്പുറം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാടുള്ളത്. ഇപ്പം കാണിച്ചത് ഇതാണ് ആ ഇടവഴി. ഞങ്ങൾ അന്ന് ഈ ഇടവഴി കൂടെ ഞങ്ങൾ വരുന്നവരാണ് ആ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായത്. കണ്ടോ ഈ വീട് കണ്ടോ, ഇതുവരെ പൂട്ടിയിട്ട് പോയേക്കാണ്. ഒരു 2-3 കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങോട്ടല്ല, ഈ ഒരു 2-3 കൊല്ല അതിലും കൂടുതലായി ഇങ്ങോട്ടാരും വരാറുള്ളതാണ്. ഈ വഴി പോകുമ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ ഞങ്ങൾ നോക്കുകൊണ്ടിതാ അവിടെ ഒരു വീടുണ്ട്. നിങ്ങൾ അവിടുത്തെ വീടിൻ്റെ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. ആ പോസ്റ്റിൻ്റെ വെട്ടത്തിൽ നോക്കുന്നതാ ഇവിടെയാണ് ആ നിഴലുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ ഇവർക്ക് നിഴലിൻ്റെ ഇടയ്ക്ക് ഒരു നിഴലും കൂടെ അതിൽ ഞങ്ങൾക്ക് കുറേ പേർക്ക് എന്തൊക്കെയോ ഒരു എന്താ പറയുക, ആരൊക്കെ ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉള്ളൊരു ഇതാണ്. അപ്പം അന്ന് ഞങ്ങൾ ഒന്നും നോക്കില്ല, ഈ വഴി അങ്ങ് ഓടി. അപ്പം അന്ന് ഈ വഴിയാണ് ഇതാ ഇങ്ങനെ പോയിട്ട് ഇതാണ് ഞങ്ങൾ പറയുന്ന സ്ഥലം. ഈ ഒരു വീടും കൂടെ ഉണ്ട്. ആ വീട്ടിൽ ഇപ്പോഴും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ആ കാട്. ഞങ്ങൾക്ക് പേടിയുണ്ട് ഇപ്പോഴും ഇങ്ങോട്ട് പോവാൻ. അതുമല്ല ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ അപ്പുറത്തൊരു കാടാണ്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറയാറുണ്ട് ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ. കാരണം ഇവിടെ പണ്ട് അവർക്ക് അസുഖമായിട്ട് ഇവിടെ നിന്നാണ് അവരെ കൊന്നതെന്നൊക്കെ റൂമറുകളുണ്ട്. ഞങ്ങൾക്കറിയില്ല, ഇവിടെ കൊന്നിട്ട് എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ അങ്ങനെന്തോ ബാധ വീരുമോ എന്തൊക്കെയൊക്കെയോ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലത്താണ് അധികവും ആൾക്കാർ ഓരോന്ന് കാണാറുള്ളത്. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഞങ്ങൾ പേടിയാണ്. ഞങ്ങളിപ്പോൾ എന്തോ കണ്ട പോലെ തോന്നി, പക്ഷെ അത് ഞങ്ങൾ കണ്ടില്ല. എന്തോ ഒരു സാധനം നീങ്ങുന്ന മേ ബി എന്തെങ്കിലും ഒരു പൂച്ചയ്ക്ക്. പക്ഷെ നേരത്തെ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ആ സൈഡിൽ നിന്നാണ് ആ സ്ഥലത്ത് എന്തോ കണ്ടെന്ന് പറഞ്ഞില്ല. അത് ശരിക്കാണ്. പക്ഷേ പിന്നെ ഞങ്ങളിപ്പോൾ ലാസ്റ്റത്തെ ഇതിൽ കാണുന്നത് ഞാൻ എന്തോ നീങ്ങി പോലെ കണ്ടപ്പോൾ ഓടിയാണ്. ഇടയ്ക്ക് എന്താ മൃഗങ്ങൾ ഇവിടെ അധികം കുരങ്ങന്മാർക്കാണ്. അത്രയും കാട് വലിച്ച സ്ഥലമാണിത്. അപ്പുറത്തൊക്കെ ഒരു കാട് വലിച്ച സ്ഥലമാണ്. ഇവിടെയാണ് കിണർ വരുന്നത്. ആ കിണറിൻ്റെ അകത്ത് എന്തൊക്കെയോ എന്താ പറയുക, ഇടയ്ക്ക് കുട്ടിയുടെ സൗണ്ട്. എൻ്റെ വീട് അപ്പുറത്താണ്. അപ്പോൾ ഈ കുട്ടിയുടെ സൗണ്ടൊക്കെ ഇടയ്ക്ക് കേൾക്കാം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട്, അവനാണെന്നാണ്. പിന്നെ ഒരു ദിവസം അവർ എവിടെയോ പോയ സമയത്ത് ഞങ്ങൾ സൗണ്ട് കേട്ടവരാണ് നോട്ടീസ് ചെയ്തത്. ഞാൻ ഈ അടുത്ത് ആദ്യം എന്തോ സൗണ്ടൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. ആ കിണറ്റിൻ്റെ അവിടേക്ക് ആരും ഇപ്പം വിടാറില്ല. അങ്ങോട്ട് പോയവരൊക്കെ അവിടെ മരണപ്പെട്ടെന്നാണ് കേട്ടത്. ആടെ അതിൻ്റെ എടുത്ത് പോയിട്ട് ഈ അടുത്തല്ല, കുറച്ച് വർഷമായി. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പേ ആരോ മരിച്ചെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാറില്ല. മെഞ്ഞാന്ന് ഞങ്ങൾ ബോള് പോയപ്പോൾ ആ കണ്ടൊന്ന് നോക്കിയത്, ആ കണ്ടെത്തിന്ന് എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് എന്തോ സൗണ്ട് കേൾക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയോ ഇവിടെ എന്തോ ശാപമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇറക്കുന്നതായിരിക്കും. കാരണം ഞങ്ങളെ വീട്ടിനടുത്തുള്ള ഓരൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഓരൊക്കെ അനുഭവം എന്താ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടൻറ്റിന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല. ഞങ്ങൾ ഈ അടുത്ത് 2 ദിവസം കൊണ്ട് കണ്ട ഒരു കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞങ്ങൾ നോക്കുകയാണ്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് ഞങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ.